ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ക്യാരറ്റ് കസ്റ്റർഡ് പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ആദ്യം ഞാനിതാ 2 മീഡിയം സൈസുള്ള ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അത് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിന് കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ ക്യാരറ്റിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറുന്നവരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് വഴറ്റി കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചാലില്ലേ വേഗം അങ്ങനെ കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ലോ ആയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഈ ക്യാരറ്റിൽ കുക്കായി ഇതിൻ്റെ ആ പച്ചമണമെല്ലാം നല്ലപോലെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിത് മാറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ക്യാരറ്റ് വഴറ്റിയെടുത്തതിന് ശേഷമില്ലേ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മധുരം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഷുഗറെല്ലാം ഒന്ന് നല്ലപോലെ മെൽട്ടായി ഈ ക്യാരറ്റിലേക്ക് പിടിച്ച് തരണം കേട്ടോ. നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതാ ക്യാരറ്റിൽ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ എടുത്ത് അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. 2 കപ്പ് പാലിന് ഞാൻ 1/2 കപ്പ് ഷുഗറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കില്ലേ അതും വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 2 കപ്പ് പാലിന് 1/2 കപ്പ് ഷുഗറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കസ്റ്റർഡിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ ഈ കസ്റ്റർഡിൻ്റെ പൗഡറെല്ലാം മിൽക്കിലേക്ക് നല്ല പോലെ മിക്സ് ആയിട്ട് വരണം. ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ പാലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റർഡിൻ്റെ മിക്സ് ഒഴിച്ച പാടെ തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് കുറച്ച് ടൈം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ സോട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൽ നിന്ന് കുറച്ച് ക്യാരറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് കേട്ടോ. ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതിലേക്ക് തന്നെ ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ തന്നെ നല്ല പോലെ ഒന്ന് കുറുകി വരും കേട്ടോ. കസ്റ്റർഡിൻ്റെ മിക്സ് എല്ലാം ഒഴിച്ചുകൊണ്ട് നല്ല പോലെ കുറുകി വരും. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെക്കാനേ പാടില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 10 ഗ്രാം ചൈന ഗ്രാസ് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. ഒരു 5-10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ വെള്ളത്തിൽ. ഇനി ഇതും കൂടി ഇട്ടിട്ട് ഈ ചൈന ഗ്രാസിൽ നല്ല പോലെ ഒന്ന് മെൽട്ടായിട്ട് വരണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ചൈന ഗ്രാസ് എല്ലാം മെൽട്ടാകുന്ന വരെ നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അധികം ഇത് പാലൊന്നും തിളക്കാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേഗം ചൈന ഗ്രാസ് എല്ലാം മെൽട്ടായിട്ട് കിട്ടും. അങ്ങനെ ഇതാ ചൈന ഗ്രാസിൽ നല്ലപോലെ മെൽട്ടായി നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. പിന്നെ ഇതാ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ബബിൾസ് എല്ലാം വന്നിട്ടുണ്ടാവും. അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ആ ബബിൾസ് എല്ലാം ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പുഡിങ്ങിൻ്റെ ചൂടെല്ലാം ആറിയതിന് ശേഷം ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ച് ക്യാരറ്റിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഡെക്കറേറ്റ് ആക്കി എടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കുക. ഏത് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം പൊടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പം ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതാണ്.
ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ അകത്തേക്ക് തന്നെ ഇത് പോവും. അതുകൊണ്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇത് ആ പുഡിങ് റെഡിയായി. ഇനി നല്ല പോലെ ഒന്ന് തണുപ്പിച്ച് കഴിക്കാം കേട്ടോ. ഒരു 4-5 മണിക്കൂറെങ്കിലും വെച്ചാൽ നല്ല പോലെ തണുത്ത് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് എന്ത് പാർട്ടി ഉണ്ടെങ്കിലും എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എല്ലാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്ന, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റുള്ള പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.